നല്ല ജീവൻ കടലിൽ നിന്ന് ഇപ്പോൾ പിടിച്ച് കിട്ടിയിട്ടുള്ള പുള്ളിക്കാരന് അതും കൊണ്ടാണ് അങ്ങോട്ട് വന്നത്. ബോട്ട് വരുന്നു, ബോട്ട് നോക്കി നിൽക്കണമെന്ന് കുറേ നേരമായി എന്നോട് വിളിച്ച് പറയട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രാബ് ഗ്രില്ല് ചെയ്യാണ്, സിയറ ലിയോണി സ്റ്റൈലിൽ. ഇത് എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ മോളുടെ ടീച്ചറാണ്, ആൻറ്റി റമറ്റുലായി ബങ്കുറ എന്നാണ് പേര് പുള്ളിക്കാരിയുടെ. പുള്ളിക്കാരി ഇതിനു മുമ്പ് ഞങ്ങൾ ഒരിക്കൽ ഗ്രിൽ ചെയ്ത് ഇവിടെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ നല്ല രസത്തിൽ ഗ്രിൽ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് വീണ്ടും ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ക്രാബ് മാൻ. ഐ എം ജസ്റ്റ് ടേക്കിംഗ് എ വീഡിയോ. ദാറ്റ്സ് വാട്ട്. This is a big one. The big ones. Yes. ഇത് നമ്മുടെ സ്വന്തം ആളാണ്. ആള് ഈ ഞണ്ട്, ഒക്ടോപ്പസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവരും. ഇന്നാൾക്ക് തീരെ വലുത് കിട്ടിയില്ല, അത്ര ചെറുതാണെന്ന്. ഇതൊക്കെ സാധാരണ ഒരു 3/4 കിലോ 1 കിലോൻ്റെ ഒക്കെ വലിപ്പമുള്ള ഓരോന്നാണ് കൊണ്ടുവന്ന് തരാറ്. ഇന്നിപ്പോൾ കിട്ടാത്ത കാരണം കുഞ്ഞിതുകളും കൊണ്ട് വന്നേണേ. ജീവുള്ളതാട്ടാ. കണ്ടാ നടക്കണ്ട്. ഇത് മുഴുവൻ എനിക്ക് തന്നിട്ട് ആൾ പോയി. ഒരു പാത്രം നിറച്ച് ഒരു എന്തോരം ഉണ്ടാവും പറഞ്ഞോണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഇവിടുത്തെ 600 ഡലാസി, അതായത് ഒരു 900 രൂപ. താഴെ 800-850 നടക്കണം. നല്ല ജീവൻ കടലിൽ നിന്ന് ഇപ്പോൾ പിടിച്ച് കിട്ടിയിട്ടുള്ള പുള്ളിക്കാരന് അതും കൊണ്ടാണ് അങ്ങോട്ട് വന്നത്. ബോട്ട് വരുന്നു, ബോട്ട് നോക്കി നിൽക്കണമെന്ന് കുറേ നേരമായി എന്നോട് വിളിച്ച് പറയട്ടോ. അവസാനം ബോട്ടിനെ കിട്ടിയപ്പോൾ ആൾ കൊണ്ടുവന്നു. കാലൊക്കെ പോയിട്ടുണ്ട്, തല്ലി പിടിക്കുക. ഇവർക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കണം എന്നുള്ള വിവരമൊന്നുമില്ല. ഇത് വേറൊരു തരത്തിൻ്റെ ഇതാണ്. ആകെ ഒരു 2 എണ്ണം നമുക്ക് സാധാരണ നിറച്ച് വലുത് ഈ പാത്രത്തിൽ 2 എണ്ണം 3 എണ്ണം വെച്ചാൽ നിറയുന്ന ടൈപ്പിലാണ് കൊണ്ടുവരാറ്. പക്ഷെ ഇന്നിപ്പോൾ ഇങ്ങനെയായിപ്പോയി. അപ്പോൾ ഇതിലിപ്പോൾ ക്രാബ്, ഉപ്പ്, ലെമൺ വാട്ടർ, നാരങ്ങ വെള്ളവും കൂടി മാത്രം മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇത് ഗ്രില്ലിങ് ആയതുകൊണ്ട് ലോക്കൽ അടുപ്പാണ്, അതിലാണ് ചെയ്യുന്നത്, ചാർക്കോൾ അടുപ്പിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഇത് സ്റ്റീം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ എടുത്തിട്ട് പീനട്ടിൻ്റെ പേസ്റ്റിൽ നമ്മൾക്ക് നാളികേരമുള്ള പോലെയാണ് ഇവിടെ പീനട്ട്. അപ്പോൾ പീനട്ടിൻ്റെ പേസ്റ്റിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് പീനട്ട് പേസ്റ്റ്, പിന്നെ ഈ കാണുന്നത് തക്കാളിയുടെ പേസ്റ്റ്, പിന്നെ ഇവരുടെ പൊതുവെ ഉപയോഗിക്കുന്ന സീസണിങ് അതിനുള്ള സാധനങ്ങൾ ഇത്, പിന്നെ ഉപ്പ്, നാരങ്ങ വെള്ളം, ചെറുനാരങ്ങ, പിന്നെ ഇതിൽ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ ഈ വലിയ ഉണ്ടമുളക്, മത്തങ്ങ മുളക് എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന സാധനം, പിന്നെ വെളുത്തുള്ളി, ഇത് 3ഉം കൂടെ ചതച്ച് അരച്ച് വെച്ചിരിക്കേണ്ടതാണ്. ഇതിനെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുക. അപ്പോൾ ഇനി ഇൻഗ്രീഡിയൻസ് ഏതാണ്ട് കണ്ടില്ലേ, ഇനി നമ്മൾ ഗ്രില്ലിങ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. ഈ ചതയ്ക്കുന്ന സ്റ്റൈല് കണ്ടോ, ഇങ്ങനെ ചതച്ച് പേസ്റ്റാക്കി എടുക്കും. നമ്മൾ മിക്സിയിലൊക്കെ അടിക്കുന്ന പോലെയാക്കി അവരെടുക്കും ശരിക്ക്. ഇതൊരു പൂച്ചക്കുട്ടി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അതാണ് ബ്ലൂ ആയിരുന്നില്ലേ അത്, ഇതിന് റെഡായേ. എന്തോ ഇതന്നെ രസമുണ്ട്. വെറുതെ ഉപ്പ് ചേർന്നാരെങ്കിൽ നീരിട്ട് സ്റ്റീം ചെയ്ത ക്രാബ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോണ? What we are going to do, Auntie? Now I'm going to drain the water out. Okay. I'll use it to mix the peanuts. Okay. I'm not sitting there. You know I have to. Okay, I will still boil it here. അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മുടെ ഈ സാധനങ്ങൾ മിക്സ് ചെയ്യാണ്.
peanut butter. Now the tomato. Tomato paste. Yeah. Aha. It looks like Spicy. Bring a spoon. Hey. ബാക്കിയുള്ളത് നിൻ്റെ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെക്കാനാണ്. അപ്പോൾ ഇത്ര ഇതിൽ ആഡ് ചെയ്ത് Okay, after mixing this is the peanuts, the tomato paste, and the spicy. spices. Ginger, garlic, chili. Now dolly. This is dolly Maggi. Okay. And Salt. Small. salt, yeah. Because the dolly itself has salt. So I'm going to mix it to taste. If possible, we might add some water there. Yeah. Lemon. Mm. Okay. It's in the dish. Like noodles. അപ്പോൾ ഈ പീനട്ട് പേസ്റ്റ് കൊണ്ട് ഒന്ന് വേവിക്കാൻ പോവാണത്. ഇതിൽ കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇടാൻ പോണു. നമ്മുടെ കുരുമുളക് പൊടി. Off it. It's already boiling. Yeah. Yeah, hold it. Yeah. Oh, put it up here. See, I take it. Okay. It's hot. Yeah, It's hot. it's very tasty. ഓക്കെ, നമ്മളിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങി. Now is the grilling final stage. It's almost finished. Fire is too much, I think. Yes. Binta? Did I blow too much? Yeah, that's why, maybe. Or isn't it coal? Cold, yeah. Andy. Hey. ദാ ഗ്രില്ലിങ് കഴിഞ്ഞ് പതുക്കെ സാധനം എടുക്കുന്നു. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാൻ. തീയും കൂടുതലായിട്ട് ഇങ്ങനെ ആകെ വെപ്രാളപ്പെട്ടിരിക്കുക. ഭയങ്കര ചൂടാട്ടോ ഞാൻ ഈ തീക്ക്. ഇനി നമ്മൾ ഇതുണ്ടാക്കാൻ പോവാ. എന്താണ് ഇതിനൊരു സോസ്, അതുപോലെ ഒരു ചമ്മന്തി. നമ്മുടെ നാട്ടിലെ ചമ്മന്തി എന്ന് പറയും. ഇവർ ഇതിനെ കൂട്ടി കഴിക്കാനായിട്ടുള്ളൊരു സോസ് ഉണ്ടാക്കുന്നു. അതിന് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇങ്ങനെ ചതയ്ക്കണം. ഇഞ്ചിയും പച്ചമുളകും കൂടെ അരച്ച് അതിൽ കുറച്ച് മസ്റ്റർഡ് പേസ്റ്റും കുറച്ച് വിനീഗറും ഒഴിച്ച് പിന്നെ ഈ പീനട്ടിൻ്റെ പേസ്റ്റും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് അതങ്ങോട്ട് കുറുക്കി ടൈറ്റാക്കി എടുക്കും. അതാണ് ഇതാണ്
പെപ്പർ സോസ്. പച്ചമുളക്, നല്ല മുളക്, ഇഞ്ചി, പിന്നെന്താ പെപ്പർ, നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മസ്റ്റർഡ് പേസ്റ്റ്, പിന്നെ വിനീഗർ, ഇതെല്ലാം കൂടെ സോൾട്ട്, പിന്നെ ഇവരുടെ സീസണിങ്ങിൻ്റെ മറ്റേ ജുംബോ പറഞ്ഞിട്ടുള്ള ഒരു സാധനം എല്ലാം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഇനി അതങ്ങ് വേവിച്ച് അതെടുത്ത് പേസ്റ്റ് പോലെയാക്കി എടുക്കും. അതാണ് കാനി സോസ്, പെപ്പർ സോസ്. നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് സിറലിയോണി സ്റ്റൈലിലുള്ള ഫുഡാണ്. നമ്മുടെ ആൻറ്റി സിറലിയോണിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം പുള്ളിക്കാരിയുടെ ടേസ്റ്റാണിത്, അവിടുത്തെ ഒരു ഫുഡാണിത്. ഇതിലൊരല്പം ഓയിലും കൂടെ ആഡ് ചെയ്തു. അതിങ്ങനെയാണ് ആ ഓയിലിൽ ഇനി അതങ്ങോട്ട് Or there is a small teeny weeny. ഗ്രില്ല് ചെയ്ത് കാണാൻ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഹൗ ഇസ് ഇറ്റ് ഇത്തു? അടിപൊളി. Good. Hey, you said that. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ക്രാബ് ഗ്രില്ല് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി താങ്ക് യു വെരി മച്ച്. ദ ഗ്രിൽ ഈസ് വെരി നൈസ്, ദ ക്രാബ് ഇസ് വെരി നൈസ്. ആൻഡ് വി വിൽ ഡു another video also because she is too good in cooking and the way she is explaining things are just like a very professional way. So we will do it in another video. Yeah. Another dish, maybe Sierra Leone dish or whatever this she is comfortable, we will do one more. Yeah. Okay, thank you, bye bye.